भूतादिपं भुजगभूषणभूषिताङ्गं व्याघ्राणाञ्जनन्तरवरं जटिलं त्रिनेत्रं पाशाङ्कुशाभयवरप्रदशूलपाणिं वाराणसीपुरपतिं भज शीतांशुशोभितकिरीटविराजमानं हालेक्षणानलशोभितपञ्चपाणिं नागादिपारचितबासुरकर्णपूरं वाराणसीपुरपतिं വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഗണപതി വീഡിയോ ആണ്. ഗണപതിനെ എങ്ങനെയാണ് ഞങ്ങൾ വെച്ചതും വീട്ടിൽ വെച്ചതും പിന്നെ എങ്ങനെ ഇമേഴ്സ് ചെയ്തു അതാണ് കാണിക്കുന്നത്. ഞങ്ങൾ ഇപ്രാവശ്യം 11 days ആണ് വെച്ചത്. അപ്പാർട്ട്മെന്റിലൊന്നും വെച്ചിട്ടുണ്ടായിട്ടില്ല ബിക്കോസ് ഓഫ് കൊറോണ. ആദ്യം തന്നെ പറയട്ടെ, എക്കോ ഫ്രണ്ട്ലി ഗണപതിയാണ്. പിന്നെ ഒഴുക്കിയത് ഇവിടെ അടുത്തുള്ള ഒരു ലേക്കിലാണ്. പിന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 3 words ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസേർട്ട്, ഡിസേർട്ട് ആൻഡ് ഡെസേർട്ട്. ആദ്യം തന്നെ പറയാം ഡെസേർട്ട്. ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ലാൻഡ്, നമ്മുടെ മരുഭൂമി, സഹാറ ഡെസേർട്ട് എന്നൊക്കെ പറയില്ലേ, അതാണ് ഡെസേർട്ട്. സ്വീറ്റിന് എപ്പോഴും ആൾക്കാർ പറയും ഡെസേർട്ട് എന്ന്. ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ലാൻഡ്, നമ്മുടെ മരുഭൂമിക്കാണ് ഡെസേർട്ട് എന്ന് പറയാം. നിങ്ങൾക്കിപ്പോൾ സ്വീറ്റ് ആണ് പറയേണ്ടതെങ്കിൽ ആഫ്റ്റർ ഫുഡ് ഐ എം ഗോണ ഹാവ് സ്വീറ്റ്, അതിന് പറയുന്ന പേരാണ് ഡിസേർട്ട്. സ്പെല്ലിംഗ് ഇസ് DESSERT. അവിടെയും സെയിം പ്രൊനൗൺസിയേഷനിൽ വൺ മോർ വേർഡ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ DESERT. That is also pronounced as dessert. DESERT, dessert, means to abandon. The cat was deserted by its owner. She was deserted by her husband. These are the examples of the word dessert, which means to abandon. രണ്ടാമത്തെ വേർഡാണ് DESSERT. That means dessert, meaning sweet. Don't get confused with these 3 words. ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, നമ്മൾ കഴിക്കുന്ന സ്വീറ്റിന് പറയുന്നതാണ് ഡിസേർട്ട്. അത് മറക്കാണ്ടിരിക്കുക, കാരണം അത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ഇന്നത്തേത് ഒരു ലേസി പായസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേമിയ, പാലും മിൽക്ക് മെയ്ഡും വെച്ചിട്ട് ഒരു സിമ്പിൾ പായസം, വെരി ഈസി ഡെസേർട്ട്. ഇപ്പം ഞാൻ കാണിക്കുന്നത് സേമിയ പായസമാണ്. സേമിയ പായസം ഉണ്ടാക്കുമ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേമിയ പായസത്തിൽ സേമിയ, ഇത് ഞാൻ വറുത്ത സേമിയാണ്, അത് ഞാൻ വെള്ളം ഇട്ടിട്ട് ആദ്യം ഞാൻ കുക്ക് ചെയ്തെടുക്കും. എന്നിട്ടാണ് പാലും മിൽക്ക് മെയ്ഡും ഇടും. ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വെരി ഈസി പായസമാണ് കാണിക്കുന്നത്. ഇതിനകത്ത് ഞാനിപ്പോൾ 1 cup വാട്ടർ ആഡ് ചെയ്തു. ഇനി ഇത് 1 whistle വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിത് കുക്കറിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പാല് ബോയിൽ ചെയ്യാൻ വെച്ചു. ഇതിനി തിളയ്ക്കട്ടെ. ഇതിപ്പം വെന്ത് കഴിഞ്ഞു. കുറച്ച് കൂടെ വേവാൻ ബാക്കിയുണ്ട്. അത് നമുക്ക് പാലിലിട്ടിട്ട് ചൂടാക്കുമ്പോൾ വെന്തോളും. പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് നമ്മുടെ സേമിയ ഇടുവാണ്, കുക്ക്ഡ് സേമിയ. അപ്പം നമ്മുടെ പായസം റെഡിയായി. ഇനി ഇതിനകത്തേക്ക് മധുരത്തിന് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിന് മധുരം ആഡ് ചെയ്യാം. പായസം റെഡിയായി. എനിക്കിതിനകത്തേക്ക് ഗീയിൽ അങ്ങനെ നട്ട്സ് എന്താ പറയുക വറുത്തിട്ടിട്ട് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ടു സീ ഗീ ഓൺ ടോപ്പ് ഓഫ് പായസം. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തു. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. പായസം ഇസ് റെഡി. വെരി സിമ്പിൾ, ഈസി, ലേസി പായസം ഇസ് റെഡി. ഞാനും പായസം ഉണ്ടാക്കാനുള്ള ക്ഷമ എനിക്ക് അത്രയില്ല. കാരണം ഒന്നാമത് സേമിയ വേവാനുള്ള ടൈം, ഐ ഡോണ്ട് ലൈക്ക് ടു വെയിറ്റ് ഫോർ സേമിയ ടു ഗെറ്റ് കുക്ക്ഡ് ബൈ സ്റ്റെയറിങ് ലൈക്ക് ദിസ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് കുക്കറിൽ വേവിക്കും, എന്നിട്ട് പാല് ചൂടാക്കും, അതിനകത്ത് സേമിയ ഇടും, പിന്നെ ഷുഗർ ആഡ് ചെയ്യും. അതിലും കൂടുതൽ ടേസ്റ്റ് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇട്ട സേമിയ പായസമാണ്. ഇപ്രാവശ്യത്തെ ഗണേശ ഫെസ്റ്റിവൽ 11 days ആയിരുന്നു ഇപ്രാവശ്യം. 11 days ഞങ്ങൾ ഗണപതിനെ പൂജ ചെയ്തു. ഞങ്ങൾ 11th day ഗണപതിനെ ഒഴുക്കി.